പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസും അതിലെ ഓരോ ഓപ്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓപ്ഷനും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ആദ്യത്തെ സവാൽ ഇതാണ്. കിസ് സിൻഫ് മേ ഔറത്തോം കി ജബാൻ ഇസ്തേമാൽ കി ജാത്തി ഹെ. അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് എ ബി സി ഡി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. രേഖ്തി, കസീദ, മസ്നവി, മർസിയ. അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ ഏതിലാണ് സ്ത്രീകളുടെ ഭാഷ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം രേഖ്തിയാണ്. അപ്പോൾ രേഖ്തി എന്ന് പറയുന്ന ഷേരി അസ്നാഫിൽ എന്താണ് സംഭവിക്കുന്നത്? സ്ത്രീകളുടെ ഇസ്ഹാറുകൾ സ്ത്രീകളുടെ തന്നെ ഭാഷയിലാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതാണ് രേഖ്തി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കസീദയാണെന്നുണ്ടെങ്കിൽ അതിൽ കിസി, അമീർ, യാ ബാദുഷാ അല്ലെങ്കിൽ നവാബ് അവരെയൊക്കെ കുറിച്ചുള്ള തൈരീഫി നസ്മാണ് എന്ത് കസീദ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മസ്നവി ആണെന്നുണ്ടെങ്കിൽ മസ്നവിയിൽ ഏതെങ്കിലും ഒരു ഹാസ്, കിസ്സായ, വാക്യ ഇതായിരിക്കും ഏതെങ്കിലും പ്രധാനപ്പെട്ട കഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവമൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, മസ്നവിയിൽ വിവരിക്കുന്നുണ്ടാവുക. ഇനിയിപ്പോൾ മർസിയ ആണെന്നുണ്ടെങ്കിൽ മർസിയയിൽ മർഹൂം കി മൗത്ത് പർ അഫ്സോസ് ഇസ്ഹാർ കർക്കെ ലിക്കി ഗൈ നസ്മാണ് എന്ത് മർസിയ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മരണപ്പെട്ട വ്യക്തി അവരുടെ ആ മരണത്തിൽ വേദനിച്ചുകൊണ്ട് അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരുടെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം വിവരിച്ചുകൊണ്ട് എഴുതുന്ന ആ ഒരു നസ്മാണ് മർസിയ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൽ രണ്ടാമത്തെ സവാൽ, ഇൻമേ മാസി കരീബ് കാ ജുംല ചുൻ ലീജിയെ. മാസി കരീബ് അഥവാ ആസന്ന ഭൂതകാലം, ആ ജുംല ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇതാണ്, മേംബി ബാഹർ ആയാഹും. മേംബി ബാഹർ ആയാഹും എന്നുള്ളതാണ് എന്ത് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം. ഇനിയിപ്പോൾ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ ബിജലി കടക് രഹീത്തി. ബിജലി കടക് രഹീത്തി എന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ, അഥവാ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പൂർണ്ണമായിട്ടില്ല, അഥവാ അപൂർണ വർത്തമാന കാലത്തിൽ പെട്ടതാണ് ഇത്. ഹാൽ ഇസ്തിംറാർ എന്നാണ് പറയുക. ഇനിയിപ്പോൾ ബാരിഷ് ജോർ സെ ബർസി, മഴ ശക്തിയായി പെയ്തു എന്ന് പറയുന്നത് എന്താ, കഴിഞ്ഞു പോയ സംഭവമാണ് അല്ലേ, സാമാന്യ ഭൂതകാലമാണ്. അത് മാസി മത്ലക്കാണ് വരിക. ഇനിയിപ്പോൾ ലഡ്ക ബാഹർ നിഗല ഹോഗ എന്ന് പറയുന്നത് മാസി എഹ്തിമാലി ആണ്, അഥവാ സന്ദിഗ്ധ ഭൂതകാലമാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹോഗ എന്ന് വരുന്നത് മാസി എഹ്തിമാലി ആണ്. അതുപോലെ തന്നെ ഇതാണ് എന്ത് വരുന്നത്, മാസി കരീബ്. ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. ഇനി ഇതിൽ തർക്കി പസന്ത് തഹരീക്ക് ബാനിയോ മേ ഇൻകാ ഷിമാർ ഹോത്താ ഹെ. തർക്കി പസന്ത് തഹരീക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാനിയും അതിൻ്റെ സ്ഥാപകരിൽ ആരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ്. ഇതിൽ നസീർ അഹമ്മദ് എന്ന് കൊടുത്തിട്ടുണ്ട്, അബ്ദുൽ ഹലീം ഷറർ, ഹാലി, സജ്ജാദ് സഹീർ. യഥാർത്ഥ ഉത്തരം സജ്ജാദ് സഹീർ ആണ്. സജ്ജാദ് സഹീർ, അതുപോലെ തന്നെ മലിക് രാജ് ആനന്ദ്, അതുപോലെ തന്നെ ജ്യോതി ഘോഷ്, ഇങ്ങനെയുള്ളവരൊക്കെയാണ് തർക്കി പസന്ത് തഹരീക്കിൻ്റെ ബാനിയും അവരിൽ വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി നോക്കുക, കിസ് ഷാഇറിനെ സർസൈദ് കി കിൽക്കർ മുഹാലിഫത്ത് കീത്തി. സർസൈദിനെ എതിർത്ത് കൊണ്ടിരുന്നത് ആരാണ്? ഇതിൽ ഏത് ഷായറാണ് സർസൈദിനെ എന്താ പറയുക പ്രത്യക്ഷമായി തന്നെ എതിർക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു ഷായർ ഉണ്ടായിരുന്നു. അത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹസ്രത്ത് മൊഹാനി, അലാമ ഇക്ബാൽ, അക്ബർ അലഹാബാദി, അൽതാഫ് ഹുസൈൻ ഹാലി. അപ്പോൾ അക്ബർ അലഹാബാദി ആണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരം. ഇനി കസീദയ്ക്ക് ഇബ്തിദായി ഇഷ്ആർ കോ ക്യാ കഹ്തേ ഹെ. കസീദയുടെ തുടക്കത്തിലുള്ള ഇഷ്ആറിന് എന്താണ് പറയാന്നാണ്. അപ്പോൾ ഇതിൽ ചെഹര, തഷ്ബീബ്, ഗ്രേസ്, ബീൻ ഇത്രയും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിലെ ഉത്തരം എന്താ, തഷ്ബീബാണ്. അപ്പോൾ ഈ കസീദയ്ക്ക് കുറച്ച് അജിസായ തർക്കീബുകളുണ്ട്. ഒന്നില്ലെങ്കിൽ 4, അതല്ല എന്നുണ്ടെങ്കിൽ 5, അങ്ങനെയാണ് വരും. തഷ്ബീബ്, ഗ്രേസ്, മദ്ഹ്, അതുപോലെ തന്നെ ഹസ്നെ താലിബ്, അതല്ല എന്നുണ്ടെങ്കിൽ ദുആ. ഇത്രയുമാണ് എന്ത് വരിക, കസീദയുടെ അജിസായ തർക്കീബി. ഇനിയിപ്പോൾ ഈ ചെഹര, ബീൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ മർസിയ പറഞ്ഞില്ലേ, ആ മർസിയയുടെ അജിസായ തർക്കീബിയാണ്. അതിന് 8 എണ്ണമാണ് വരുന്നത്. ചെഹര, സെറാപ്പ, റഹ്സത്ത്, ആമദ്, റജസ്, ജംഗ്, ഷഹാദത്ത്, ബീൻ, അങ്ങനെയാണ് വരിക 8. സാധാരണയായിട്ട് 8 ആണ്. 9 എന്നും കാണാറുണ്ട്. ആ 9 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ദുആ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി ആറാമത്തെ, അസ്ലിയത്ത് ജോഷ് ഓർ സാദഗി കി ബഹസ് കിസ്കി കിതാബ് മേ മിൽത്തി ഹി. അസ്ലിയത്തും ജോഷും സാദഗിയൊക്കെ ഇതിൽ ഏത് ഷായറിൻ്റെ പുസ്തകത്തിലാണ് കാണാൻ കഴിയുക?
ഷിബിലി, സർ സയ്യദ്, ഹാലി, കലീമുദ്ദീൻ അഹമ്മദ്. നമുക്കറിയാം ഹാലിയാണ് യഥാർത്ഥ ഉത്തരം. മൗലാന അൽതാഫ് ഹുസൈൻ ഹാലി. ഇനി അടുത്തത് ഹവാസി കെ താല്ലുക്ക് കിസ് ഇലാക്കെ സേ ഹി. ഹവാസി ലക്നൗ, ദക്കൻ, കൊൽക്കത്ത, ദില്ലി. ഇത് ഏത് ഇലാക്കയിലാണ് അവാസി ഉള്ളത് എന്നുള്ളതാണ്. അവാസി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദക്കനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അവാസി. അതുപോലെ തന്നെ മുല്ല വജ്ഹി, കുലി കുത്തുബ് ഷാ, ഇബ്നു നിഷാത്ത് ഇവരൊക്കെ ദക്കനുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. ഇനി അടുത്തത് സേൽ കെ അദീബും കെ മിസാഹ് നിഗാർ കോൻ ഹെ. ഈ താഴെ തന്നിരിക്കുന്ന അദീബുകളിൽ മിസാഹ് നിഗാർ അഥവാ കൊമേഡിയൻ ആരാണ്, അല്ലെങ്കിൽ കോമഡി രീതിയിൽ എഴുതുന്നത് ആരാണെന്ന്, അങ്ങനെയുള്ള അദീബ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്റ്റി നസീർ അഹമ്മദ്, അബ്ദുൽ ഖാദിരി സോറാണ്, ഇഹ്തിഷാം ഹുസൈൻ, പത്രസ് ബുഖാരി. ഇതിൽ പത്രസ് ബുഖാരിയാണ് മിസാഹ് നിഗാറായിട്ട് വരുന്നത്. ഇനി ഡിപ്റ്റി നസീർ അഹമ്മദ് നോവൽ നിഗാറാണ്. അബ്ദുൽ ഖാദിരി സോർ, മുഹിദ്ദീൻ ഖാദിരി സോർ കേട്ടിട്ടുണ്ട്, അബ്ദുൽ ഖാദിരി സോർ അറിയില്ല. മുഹിദ്ദീൻ ഖാദിരി സോർ ഒരു തഹ്കീക്ക് നിഗാറാണ്, ഒരു ഗവേഷകനാണ്. ഇനി ഇഹ്തിഷാം ഹുസൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു അദീബാണ്, അതുപോലെ തന്നെ ഒരു നക്കാദാണ്, ഒരു നിരൂപണ സാഹിത്യം എഴുതുന്ന ആളാണ്. അതുപോലെ തന്നെ മുത്തറജിമാണ്, ട്രാൻസ്ലേറ്ററുമാണ്. ഇനി ഇൻമേ കോൻ ഇൻഷായ നിഗാർ ഹെ. ഇതിൽ ഇൻഷായ നിഗാർ അഥവാ എസ് എ എഴുതുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോജ ഹസൻ നിസാമിയാണ് അതിൻ്റെ ഉത്തരം. ഇനി മർസിയ അമൂമൻ കിസ് ഷിക്കൽ മേ ലിഖാ ഗയ. മർസിയ ഇതിൽ ഏത് രൂപത്തിലാണ് എഴുതുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹ്മസ് ആണോ, തർജീഹ് ബന്ദാണോ, തർക്കീബ് ബന്ദാണോ, മുസദ്ദിസ് ആണോ? ഇതിൽ മുസദ്ദിസ് ആണ്, അഥവാ ഒരു ഇതിൽ 6 വരികളുണ്ടാവും. മഹ്മസ് ആണെന്നുണ്ടെങ്കിൽ 5 വരികൾ. അപ്പോൾ 6 വരികൾ ചേർന്നിട്ടുള്ള ഒരു ഇത്, അത് കഴിഞ്ഞത് വീണ്ടും 6 വരി, അങ്ങനെയുള്ളതാണ് എന്ത്, മർസിയ എഴുതുന്നത് അങ്ങനെയാണ്. ഇനി അടുത്തത് ഗേസു ഓർ മാധു കിസ് അഫ്സാനെ കാ കിർദാർ ഹെ. ഗേസു മാധു നമുക്കറിയാം പ്രേംചന്ദിൻ്റെ കഫൻ എന്ന് പറയുന്ന അഫ്സാനയിലെ കിർദാറാണ്. ഇനി അടുത്തത് കിസ് ഷാഇർ നെ ഹിജ്വിയ ഇഷാർ ലിഖ്നെ മേ മഹാരത്ത് ഹാസിൽ കി. ഇതിൽ ആരാണ് ആക്ഷേപിക്കുന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വരികൾ എഴുതുന്നതിൽ ആരാണ് നിപുണൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓലിബാണോ, മീർ ആണോ, സൗദയാണോ, മീർ അനീസ് ആണോ? സൗദ, മിർസ മുഹമ്മദ് റഫി സൗദയാണ് ശരിയായ ഉത്തരം. മിർസ മുഹമ്മദ് റഫി സൗദ ഹിജ്വിയ ഇഷാർക്ക അല്ലെങ്കിൽ ഹിജ്വിയ അതുപോലെ തന്നെ മദ്ഹിയ 2 രീതിയിലും കസീദ എഴുതും. അതിൽ ഹിജ്വിയ ഇഷാർക്ക ബാനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? സൗദയാണ്. അടുത്തത് അഞ്ജുമൻ തർക്കി ഉറുദു ഹിന്ദ് കാ റിസാല കോൻ സാ ഹെ. അഞ്ജുമൻ തർക്കി ഉറുദു ഹിന്ദിൻ്റെ റിസാല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹമാരി ജബാൻ ആണ് അതിൻ്റെ ഉത്തരം. ഇനി ജമാനേക്ക് ഇത്തിബാർ സെ സ്വഹീ തർത്തീബ് കോൻ സി ഹെ. ഇതിൽ ഏതാണ് ശരിയായ ക്രമത്തിൽ കൊടുത്തിട്ടുള്ളത്? ജമാന കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ ആദ്യം ഏതായിരുന്നു, രണ്ടാമത്തെ ഏതാണ്, മൂന്നാമത്തെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഉത്തരം ദാസ്താൻ, നോവൽ, അഫ്സാന അങ്ങനെയായിരുന്നു. ആദ്യം ദാസ്താൻ ആയിരുന്നു, പിന്നെയാണ് നോവൽ, പിന്നെ അഫ്സാന. ഇങ്ങനെയാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസുമായി വരാം. ഹുദാ ഹാഫിസ്.